ഹലോ, നമസ്കാരം. കുറേ ദിവസമായി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. തിരക്കുകൾ, ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്ക്, വീട്ടിലെ തിരക്ക്, പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളായിട്ട് പിന്നെ എനിക്ക് റേഞ്ച് തീരെ കിട്ടുന്നില്ല. ആദ്യം എൻ്റെ വോഡഫോണായിരുന്നു, പിന്നെ അത് ജിയോയിലേക്ക് പോർട്ട് ചെയ്തു. എന്നിട്ടും റേഞ്ചിന് വളരെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു അമ്മൂമ്മനെ ഹോം കെയർ ചെയ്യാൻ പോകുന്നുണ്ട്. മസാജൊക്കെ ചെയ്ത് പുള്ളിക്കാരിനെ തുടച്ച് ആളെ നടത്തിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തളർന്ന് കിടക്കുന്ന രോഗികളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം എന്താണെന്നറിയോ? അവർ മറ്റേ ഡയപ്പറൊക്കെ കെട്ടി ഒരു റൂമിൻ്റെ ഉള്ളിൽ കിടക്കണു, അവരെ നോക്കാൻ ഒരാളെ നിർത്തിയിരിക്കുന്നു. അവർക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാനൊരാളാണ്. അവരെ കൂടെ അല്പം നേരം ഇരുന്ന് സംസാരിക്കുക, അവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോഴും നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ നോക്കാൻ നിൽക്കുന്നവർ നമ്മുടെ സ്വന്തം അമ്മേനെ പോലെ കരുതി അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ പോലെ കരുതി നിൽക്കണം. കാരണം ഒരുപാട് നേരം അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ വയ്യാതെ കിടക്കുന്ന അച്ഛനായാലും അമ്മയായാലും ആളുകൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നോക്കുന്ന ആൾ കണ്ട, ഞാനിവിടെ കൊണ്ട് നിർത്തിക്കുക, ജനൽ പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാവും. അവർക്ക് സ്വയം നടക്കാനായിട്ടുള്ളൊരു പ്രാപ്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരോട് നമ്മൾ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യണം, നല്ല രീതിയിൽ സംസാരിക്കണം. നാട്ടിലുള്ള വിശേഷങ്ങൾ ഇപ്പോൾ അവർക്ക് പോയി കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. 86 76 വയസ്സായവരാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നാട്ടിലെ കുശലങ്ങളും വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ കണ്ട ആളതേ ഈ അറിയത്ത് ഇങ്ങനെ ഒറ്റടി വെച്ച് നടക്കും. ആളെ ലെഫ്റ്റ് സൈഡാണ് തളർന്നിട്ടുള്ളത്. എങ്കിലും നമ്മൾ ആളെ ഹാപ്പിയാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ പോകുന്ന എല്ലാവരും ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ 10 രൂപയാണ് ഈ ജോലിക്ക് മേടിക്കണമെന്ന് വെച്ചാൽ ആ 10 രൂപയ്ക്ക് 20 രൂപയുടെ ആത്മാർത്ഥത കാണിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ടാറ്റാ.